മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനും മലയാളത്തിലെ ഏറ്റവും മികച്ച നടനും ഒന്നിച്ചാൽ സംഭവിക്കുക എന്താണ് ഒരു മാജിക് തന്നെയായിരിക്കും. അങ്ങനെ ഒരു സിനിമ വീണ്ടും സംഭവിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. MT വാസുദേവൻ നായരുടെ കഥയിൽ മോഹൻലാൽ നായകനായപ്പോൾ മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രം OTTയിൽ റിലീസായി അതിന്റെ ആദ്യ എപ്പിസോഡിൽ ഓളവും തീരവുമായി എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ഗംഭീര അഭിപ്രായമാണ് മോഹൻലാലിന്റെ ഈ ഓളവും തീരവും എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് വീണ്ടും ഒരു ഗംഭീര സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല രണ്ടാം മൂഴം എന്ന ചിത്രം. MTയുടെ തിരക്കഥയിൽ മോഹൻലാൽ ഭീമനായി എത്താൻ പോകുന്ന രണ്ടാം മൂഴം എന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ നിറയുകയാണ്. മലയാള സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോജക്റ്റുകളിൽ ഒന്നാണ് രണ്ടാം മൂഴം. തന്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി MT വാസുദേവൻ നായർ തന്നെ തിരക്കഥ ഒരുക്കിയ ചിത്രം VS ശ്രീകുമാർ ആയിരുന്നു സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ചിത്രം നീണ്ടുപോയത് ഇരുവർക്കുമിടയിലെ നിയമതർക്കത്തിലാണ് അവസാനിച്ചത്. എന്നാൽ ഈ തിരക്കഥ സിനിമയാകണമെന്ന് അച്ഛൻ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് MTയുടെ മകൾ അശ്വതി വി നായർ പറയുകയാണ്. MTയുടെ രചനകളെ ആസ്പദമാക്കി ഒരുങ്ങിയ മനോരഥങ്ങൾ എന്ന ആന്തോളജിയുടെ റിലീസിനോടനുബന്ധിച്ച് ഒരു അഭിമുഖത്തിൽ അശ്വതി ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു. നടന്നു കാണാൻ അച്ഛന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാം മൂഴം. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. മനോരഥങ്ങൾ ചെയ്തതിലൂടെ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. എക്സിക്യൂഷൻ ഭാഗത്ത് നിന്ന് നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യമുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് രണ്ടാം മൂഴം പല പ്രൊഡക്ഷൻ ഹൗസുകളുമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് ചെയ്യണം എന്നത് തന്നെയാണ് ആഗ്രഹം. ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അശ്വതി പറയുന്നത് ഇങ്ങനെയാണ്. പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് അശ്വതിയുടെ വാക്കുകളും എത്തിയത്. മനോരഥങ്ങൾ എന്ന ചിത്രം ഇറങ്ങിക്കഴിഞ്ഞ് ഗംഭീര അഭിപ്രായങ്ങൾ നേടുമ്പോൾ രണ്ടാം മൂഴവും ചർച്ചകളിൽ ഇടം നേടുമ്പോഴാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുന്നിലോട്ട് വരുന്നത്. രണ്ടാം മൂഴം സംഭവിക്കും എന്ന് തന്നെ കരുതാം. അതേസമയം മനോരഥങ്ങൾ OTT പ്ലാറ്റ്ഫോമായ C5ലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ രചനകളെ ആസ്പദമാക്കി 8 സംവിധായകർ ഒരുക്കുന്ന 9 ചിത്രങ്ങളാണ് ഈ ആന്തോളജി സീരീസിൽ ഉള്ളത്. പ്രിയദർശന്റെ 2 ചിത്രങ്ങൾ ശ്യാമപ്രസാദ്, രഞ്ജിത്ത്, അശ്വതി വി നായർ, മഹേഷ് നാരായണൻ, ജയരാജ്, സന്തോഷ് ശിവൻ, രതീഷ് അമ്പാട്ട് എന്നിവരാണ് ആന്തോളജിയിലെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, പാർവതി തിരുവോത്ത്, ബിജു മേനോൻ, ആസിഫ് അലി, നദിയ മൊയ്തു, നെടുമുടി വേണു, സിദ്ദിഖ്, ഇന്ദ്രജിത് സുകുമാരൻ, അപർണ ബാലമുരളി തുടങ്ങി വൻ താരനിരയും ഈ ആന്തോളജിയുടെ ആകർഷണമാണ്. ഇതിനോടൊപ്പം തന്നെ പ്രേക്ഷകർ ഈ ആന്തോളജിയിലെ എല്ലാ ചിത്രങ്ങളും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയത് മോഹൻലാൽ പ്രിയദർശൻ ഒന്നിച്ച ഓളവും തീരവും എന്ന സെഗ്മെന്റിനാണ്.